വിശദാംശങ്ങളിലേക്ക് വന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ടെഹ്റാനിൽ നിരവധി ഇടങ്ങളിൽ ബോംബ് വർഷം നടത്തി. ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഹൊസൈൻ സലാമിയും 6 മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. സൈനിക മേധാവി മുഹമ്മദ് ബഗേരിയുടെ മരണവും ഇറാൻ സ്ഥിരീകരിച്ചു. പ്രധാന ആണവ റിയാക്ടർ നദാൻസ് ആക്രമണത്തിൽ തകർന്നു. ഇസ്രായേലിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യക്കാർക്ക് എംബസി നിർദ്ദേശം നൽകി. അതിനിടെ ഇറാൻ തിരിച്ചടി തുടങ്ങി. ടെഹ്റാന് വടക്കുകിഴക്കൻ ഭാഗത്തായാണ് പുലർച്ചെയോടെ ഇസ്രായേലിന്റെ കനത്ത ആക്രമണമുണ്ടായത്. ഇറാന്റെ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നേഷൻ ഓഫ് ലയൺസ് എന്ന പേരിൽ ആക്രമണം നടത്തുന്നത്. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്ന് US രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. അതിനാൽ തന്നെ അമേരിക്ക കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആക്രമണ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇറാഖിലെ ചില ജീവനക്കാരെ ഒഴിപ്പിക്കാനും പെന്റഗൺ അനുമതി നൽകിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്നും സൈനിക കുടുംബാംഗങ്ങൾക്ക് പിന്മാറാനുള്ള അനുമതിയും പെന്റഗൺ നൽകി. മേഖലയിലുടനീളം സൈനിക സംഘർഷ സാധ്യത ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സുരക്ഷാ മുൻകരുതലുകൾ കൂടുതൽ ശക്തമാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രംഗത്തെത്തി. ഇതിനെതിരായ ഓപ്പറേഷൻ ദിവസങ്ങളോളം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. Iran has taken steps that it has never taken before, steps to weaponize this enriched uranium. And if not stopped, Iran could produce a nuclear weapon in a very short time. It could be a year, it could be within a few months, less than a year. This is a clear and present danger to Israel's very survival. 80 years ago, the Jewish people were the victims of a Holocaust perpetrated by the Nazi regime. ഇറാനിയൻ ജനതയെ തങ്ങൾ വെറുക്കുന്നില്ലെന്നും സ്വേച്ഛാധിപത്യ ഭരണകൂടമാണ് പൊതുശത്രുവെന്നും നെതന്യാഹു പറഞ്ഞു. സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഒരു ഭാവി ഒരുമിച്ച് കെട്ടിപ്പടുക്കുമെന്നും അദ്ദേഹം ഇറാനിയൻ ജനതയെ അറിയിച്ചു. ആണവ നിരായുധീകരണത്തിനായി ഒമാനിൽ 6ാം റൗണ്ട് ചർച്ച നടക്കാനിരിക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ആക്രമണം. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട എന്നുമുള്ള നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇറാനെതിരെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പൗരന്മാരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും US പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളോടും US-ലേക്ക് മടങ്ങിയെത്താൻ നിർദ്ദേശിച്ചിരുന്നു. അതിനിടെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വ്യോമപാത ഇസ്രായേലും അടച്ചു. ഇറാന്റെ തിരിച്ചടിയെന്നോളം ഇസ്രായേലിൽ പലയിടങ്ങളിലും സൈറനുകൾ മുഴങ്ങി. അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെയുള്ള യാത്രകൾ റദ്ദാക്കണമെന്ന് ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് ആകാശപാത അടച്ച് ഇറാൻ. എയർ ഇന്ത്യയുടെ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടതോടെ വ്യോമഗതാഗതം താറുമാറായി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാൻ വ്യോമപാത അടച്ചതോടെ വ്യോമഗതാഗതമാകെ താളം തെറ്റി. നിരവധി എയർ ഇന്ത്യ വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും സർവീസ് പൂർത്തിയാക്കാനാകാതെ തിരികെ വരികയും ചെയ്തു. എയർ ഇന്ത്യയുടെ AIC 129 മുംബൈ ലണ്ടൻ വിമാനം, മുംബൈ ന്യൂയോർക്ക് AIC 119 വിമാനങ്ങളാണ് തിരിച്ചു വിളിച്ചത്. ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് ലണ്ടനിലേക്കും ന്യൂയോർക്കിലേക്കുമുള്ള നിരവധി വിമാന സർവീസുകൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. നിലവിൽ 16 വിമാന സർവീസുകളെയാണ് ബാധിച്ചത്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് എയർ ഇന്ത്യ പ്രസ്താവനയിൽ പറഞ്ഞു. യാത്ര തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ബദൽ യാത്രാ ക്രമീകരണവും ഏർപ്പെടുത്തി. അല്ലാത്തവർക്ക് റീഫണ്ടോ സൗജന്യ യാത്രാ പുനഃക്രമീകരണമോ നൽകുമെന്നും കമ്പനി അറിയിച്ചു. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചതിനു പിന്നാലെ പശ്ചിമേഷ്യ കനത്ത യുദ്ധഭീതിയിലാണ്. ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെ ആക്രമിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇറാനുമേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ UAE ശക്തമായി അപലപിച്ചു. സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ സംയമനം പാലിക്കണമെന്ന് UAE ആവശ്യപ്പെട്ടു. സംഘർഷ മേഖലയിൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള അസ്ഥിരതയിലും UAE ആശങ്ക പ്രകടിപ്പിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ സൗദി അറേബ്യയും ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച സൗദി അറേബ്യ സംഘർഷം ഒഴിവാക്കാൻ UN-ഉം അന്താരാഷ്ട്ര സമൂഹവും ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണവിലയിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ധനവിലയിൽ 12% വരെ വർധനവുണ്ടായി. സ്വർണ്ണവിലയും കുതിക്കുകയാണ്. വിമാന സർവീസുകളെയും ഇറാൻ ഇസ്രായേൽ സംഘർഷം ബാധിച്ചു. ഇറാൻ വ്യോമപാത അടച്ചതോടെ 16ഓളം ഫ്ലൈറ്റുകൾ വഴി തിരിച്ചുവിടുകയോ തിരിച്ചിറക്കുകയോ ചെയ്തുവെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ആണവ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് US-ഉം ഇറാനും തമ്മിലുള്ള 6ാം വട്ട ചർച്ച ശനിയാഴ്ച മസ്കറ്റിൽ നടക്കേണ്ടതാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചർച്ചയുടെ ഗതി എന്താവും എന്നറിയില്ല. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇസ്രായേൽ എല്ലാ കാലത്തും തെമ്മാടി രാഷ്ട്രമെന്ന് പിണറായി വിജയൻ. ലോകസമാധാനം നശിപ്പിക്കുന്ന നടപടിയാണ് ഇസ്രായേലിൻ്റെതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഇസ്രായേൽ പണ്ടേ ലോക തെമ്മാടിയായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ലോകത്ത്
സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണത്. എന്തുമാകാം, അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് കാലത്ത് വന്നു കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം. അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അത് നമ്മുടെ ലോകസമാധാനത്തിന് അങ്ങേയറ്റം ഭീഷണമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കുക. അപ്പോൾ സമാധാനകാംക്ഷികളായ എല്ലാവരും ഇതിനെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണം എന്നതാണ് പൊതുവെ പറയാനുള്ളത്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. വിമാനത്തിന്റെ ഡിജിറ്റൽ ഡേറ്റ റെക്കോർഡും കണ്ടെത്തി. വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സ് ആണ് കണ്ടെത്തിയത്. വിമാനം പറക്കുന്നതിനിടെയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ബ്ലാക്ക് ബോക്സിലാണ്. വിമാനത്തിന്റെ DVRും കണ്ടെത്തിയിട്ടുണ്ട്. അപകടം നടന്ന ഇടത്തുനിന്നാണ് ഗുജറാത്ത് ATS DVR കണ്ടെത്തിയത്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയതെന്നും ഫോറൻസിക് ലാബിന് കൈമാറിയെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സ്ഥലത്തും അപകടത്തിൽ പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലുമെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാന ദുരന്തത്തിൽ രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിനെയും പരിക്കേറ്റ 25 പേരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു. തുടർന്ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. രാവിലെ 9 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ ദുരന്ത ഭൂമിയിലെത്തിയത്. അപകടസ്ഥലം നേരിട്ട് വിലയിരുത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ആരായുകയും ചെയ്തു. ദുരന്തത്തിന്റെ ആഘാതം നേരിട്ട് കണ്ട പ്രധാനമന്ത്രി അവിടെ നിന്ന് നേരെ പോയത് ആശുപത്രിയിലേക്കാണ്. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക യാത്രികൻ വിശ്വാസ് കുമാറിനെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. मेरे नज़रों के सब सामने हुआ था. मेरे खुद को भी बिलीव नहीं होता कि मैं कैसे उसमें से जिंदा बाहर निकला, क्योंकि थोड़ा टाइम के लिए तो मेरे को लगा था कि मैं भी मरने वाला हूँ, लेकिन जब मेरी आँख खुल के मैं देखा ना तो मुझे लगा मैं ज़िंदा हूँ. तो मैंने ट्राई किया, जब मेरी सीट थे वो मेरी बेल्ट निकाला, मैंने वो ट्राई किया जहाँ से निकल सकता वहाँ से. അപകടത്തിൽ പരിക്കേറ്റ മറ്റാളുകളെയും അദ്ദേഹം സന്ദർശിച്ചു. കൂടാതെ വിമാനാപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ ഭാര്യ അഞ്ജലിയെയും നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു എന്നിവരും യോഗത്തിൽ പങ്കുചേർന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. അഹമ്മദാബാദ് വിമാനാപകടം രാജ്യത്തെ നടുക്കിയ ഏറ്റവും വലിയ ദുരന്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും അപകടത്തിന്റെ കാരണം കണ്ടെത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത്യന്തം ദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മറ്റൊരു അഭിപ്രായം പറയാറായിട്ടില്ല. ഏതായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് മാറിയത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. ഈ സംഭവത്തിൽ മരണപ്പെട്ട എല്ലാവരുടെയും വേർപാട് അത്യന്തം വേദനാജനകമായിട്ടുള്ളതാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ദുബായിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം. ഇന്ത്യൻ കോൺസുലേറ്റ് ഹാളിൽ ഒത്തുചേർന്ന് വിവിധ തുറകളിൽ നിന്നുള്ള പ്രവാസികളാണ് അപകടത്തിൽ മരണമടഞ്ഞവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ദുരന്തത്തിൽ അനുശോചനം അറിയിക്കുകയും ചെയ്തത്. ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി നേർന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നേരത്തെ UAE, ഒമാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഇന്ത്യയെ അനുശോചനം അറിയിച്ചിരുന്നു. Moment for not just Indians, for all of humanity. We just had the heart-rending incident of a plane being crashed. We thank everybody who joined us today for
observing a minute of silence in honor and praying for the departed souls. So I think we should all stand together and pray for their peace. Thank you. വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് സസ്പെൻഷനിലായി കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമൂഹത്തിൽ ജാതീയമായി സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമം നടത്തിയെന്ന കുറ്റത്തിന് ഇയാൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 153A പ്രകാരം കേസെടുത്തു. കൂടാതെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. NSS ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് സസ്പെൻഷനിലായ ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെതിരെ പോലീസ് കേസെടുത്തത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ഇടുക്കി പീരുമേട് പ്ലാക്കത്തടത്ത് ആദിവാസി സ്ത്രീ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീയായ സീതയാണ് കൊല്ലപ്പെട്ടത്. ഇവർ ഭർത്താവിനും മക്കൾക്കുമൊപ്പം വിഭവങ്ങൾ ശേഖരിക്കാൻ പോയതായിരുന്നു. തലയ്ക്കാണ് ആനയുടെ ചവിട്ടേറ്റത്. തുടർന്ന് ഇവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സീതയുടെ ഭർത്താവിനും ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇദ്ദേഹത്തെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ തോട്ടം തൊഴിലാളിയെയും കാട്ടാന ആക്രമിച്ചിരുന്നു. വണ്ടിപ്പെരിയാർ മൗണ്ട് എസ്റ്റേറ്റിലെ തൊഴിലാളിയായ അന്തോണിക്കാണ് പരിക്കേറ്റത്. തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാട്ടാന ആക്രമണത്തിനെതിരെ പീരുമേട്ടിൽ പ്രതിഷേധം ശക്തമായി. CPMന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഓഫീസിലേക്ക് പ്രകടനം നടത്തി. സ്കൂൾ സമയത്തിലെ പുനഃക്രമീകരണത്തിൽ ആരും പരാതി നൽകിയിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർക്കാരിനെ അറിയിക്കട്ടെ. വിഷയം അപ്പോൾ ചർച്ച ചെയ്യാമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഒരു കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കോടതി അംഗീകരിച്ചുകൊണ്ട് ദീർഘിപ്പിച്ചിട്ടുള്ളതാണ്. അത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിലും ചട്ടങ്ങളിലുമുള്ള സമയമാണ് വച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ പറഞ്ഞു, പരാതി ഉള്ളവർ ആരും തന്നെ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. പരാതി കിട്ടിയാൽ അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അവരുടെ അഭിപ്രായം കൂടി ചോദിക്കാം. ചോദിച്ച ശേഷം തീരുമാനിക്കാം. എന്തായാലും ഇപ്പം ഇത് തന്നെയാണല്ലോ നിലനിൽക്കുന്നത്. ആരും പരാതി നൽകിയിട്ടില്ല. തീരദേശ മേഖലയിലെ ജീവിതം ദുരിതത്തിൽ. അമൃത ന്യൂസ് അന്വേഷണ പരമ്പര തുടരുന്നു. കണ്ണീർ കടലോരം. കേരള തീരത്ത് തുടർച്ചയായുണ്ടായ കപ്പൽ അപകടങ്ങൾ കരയിലും കടലിലും ഒരുപോലെ ആശങ്കകൾ നിറയ്ക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളെ വറുതിയിൽ നിന്നും വറുതിയിലേക്ക് നയിക്കുന്നത് കൂടാതെ രാസവസ്തുക്കളുടെ ചോർച്ച കടലിൽ ഉണ്ടാക്കുന്ന പാരിസ്ഥിതികാഘാതം വളരെ വലുതാണ്. എന്നാൽ ഇവയൊന്നും സർക്കാർ കണക്കാക്കുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ പരാതി. കേരള തീരത്ത് രണ്ടാഴ്ചക്കിടയിൽ 2 ചരക്ക് കപ്പലുകളാണ് അപകടത്തിൽപ്പെട്ടത്. മെയ് 25-ന് പൂർണ്ണമായും മുങ്ങിയ ലൈബീരിയൻ കപ്പലായ MSC എൽസ 3-യിൽ നിന്നും 100-ലധികം കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചത്. മാരക രാസവസ്തുക്കൾ ഉൾപ്പെടെ അടങ്ങിയ കണ്ടെയ്നറുകൾ ഉണ്ടാക്കിയ പാരിസ്ഥിതിക മലിനീകരണം അടങ്ങുന്നതിന് മുമ്പാണ് അതിതീവ്ര രാസവസ്തുക്കളുമായി സിംഗപ്പൂർ കപ്പലായ AV വാൻഹായി 503 കണ്ണൂരിനും ബേപ്പൂരിനുമിടയിൽ കടലിൽ അഗ്നിക്കിരയായത്. ഇവ രണ്ടും പ്രതികൂലമായി ബാധിക്കുന്നത് കേരള തീരത്തെ മത്സ്യത്തൊഴിലാളികളെയാണ്. സുഗമമായ മത്സ്യബന്ധനവും വിപണനവും സാധ്യമാകുന്നില്ലെന്നു മാത്രമല്ല, കടലിൽ കലരുന്ന രാസമാലിന്യങ്ങൾ മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയെയും തകർക്കുകയാണ്. ഇന്ന് കടൽ തീരം ഒരു കെമിക്കൽ കൊണ്ട് നിറയുകയും കണ്ടെയ്നർ കൊണ്ട് നിറയുകയും ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൻ്റെ കടൽ തീരത്തുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കടൽ തീരത്ത് ഈ തമിഴ്നാട് മുതൽ കാസർഗോഡ് വരെ ഈ പല്ലറ്റ്സുകൾ, ഈ ചെറിയ പ്ലാസ്റ്റിക് ധാരാളമായി അവിടെ കരക്കടിഞ്ഞ് കിടക്കുകയാണ്. ഇത് തീരപ്രദേശത്ത് വലിയൊരു ഭീഷണി നേരിടുകയാണ്. ഇതിനകത്തൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കമ്പനിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. കടലിൻ്റെ അടിത്തട്ട് മുഴുവനും വിഷാംശം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. മത്സ്യബന്ധനത്തിന് പോകാൻ തന്നെ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. കാലപ്പഴക്കം ചെന്ന കപ്പലുകൾ കേരള തീരത്തെത്തിച്ച് അഗ്നിക്കിരയാക്കി ഇൻഷുറൻസ് തട്ടാനുള്ള കപ്പൽ കമ്പനികളുടെ ശ്രമമാണിതെന്നും സംശയിക്കുന്നതായി മത്സ്യത്തൊഴിലാളി സംഘടനകൾ പറയുന്നു. വളരെ കാലപ്പഴക്കം ചെന്ന കപ്പലുകളെ കേരളത്തിനകത്ത് കൊണ്ടുവന്ന് ഡിസ്മാൻഡിൽ ചെയ്യുക, ഇത് കണക്കുള്ള അപകടങ്ങൾ മനഃപൂർവ്വം വരുത്തി വെച്ചിട്ട് അവർക്ക് ഇൻഷുറൻസ് തട്ടുക എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. കപ്പൽ മുതലാളിമാർക്ക് കോടികൾ ഇൻഷുറൻസ് ഒന്ന് വാങ്ങാൻ വേണ്ടിയുള്ള ചെയ്യുന്ന ഒരു സംശയം ഇവിടെ നിലനിൽക്കുകയാണ്. മത്സ്യത്തിൻ്റെ പ്രജനനകാലത്ത് കേരള തീരത്തുണ്ടായിട്ടുള്ള രാസമലിനീകരണം മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്നതിനും കാരണമാകും. രാസമാലിന്യങ്ങളുടെ പ്രത്യാഘാതം മാറാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ വിലയിരുത്തൽ. അമൃത ന്യൂസ്,
തിരുവനന്തപുരം. സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര സഹായങ്ങൾ ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ. കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടത്തെ തുടർന്നാണ് ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ സഹായം പ്രഖ്യാപിച്ചത്. എന്നാൽ ട്രോളിംഗ് നിരോധനം കൂടി വന്നതോടെ കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ് ഇവർ. കൊച്ചിയിലെ MSC കപ്പലപകടം മത്സ്യബന്ധനത്തെ സാരമായി ബാധിച്ച സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. 10,55 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബത്തിനും ഇടക്കാല ആശ്വാസമായി 1000 രൂപയും 6 കിലോ അരി വീതം സൗജന്യ റേഷനും അനുവദിക്കും എന്നുമായിരുന്നു പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ വാർത്തകളിലൂടെ അറിഞ്ഞതല്ലാതെ സഹായങ്ങൾ തങ്ങളുടെ കൈകളിലേക്ക് എത്തിയില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ഇപ്പോഴത്തെ ഈ മന്ത്രിസഭയിൽ ഈ പറയുന്നത് മൊത്തം വെറും കള്ളത്തരങ്ങളാണ്. മത്സ്യത്തൊഴിലാളിക്ക് ഒരുപാട് ആനുകൂല്യം, ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. ഞങ്ങളിവിടെ വന്ന് കഷ്ടപ്പെട്ട് ചരുവെടുത്താൽ ഞങ്ങൾക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടുമില്ല. ഈ മേഖല നശിച്ചു പോയാൽ പിന്നെ ഞങ്ങൾക്ക് ജീവിതവും ഇല്ല. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുമാണ് 1000 രൂപ വീതം നൽകുന്നതിനായുള്ള ഫണ്ട് അനുവദിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. ഇതിലേക്കായി 10,55,18,000 രൂപ അനുവദിച്ചു. അടിയന്തരമായി മത്സ്യത്തൊഴിലാളികളുടെ കൈകളിലേക്ക് ഈ തുക എത്തിക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. 6 കിലോ അരി വീതം സൗജന്യ റേഷൻ അനുവദിക്കുന്നതിനുള്ള നടപടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു. എന്നാൽ അതും ഉണ്ടായില്ല. ഇപ്പോഴാകട്ടെ ട്രോളിംഗ് നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകാനും തീരുമാനിച്ചു. എന്നാൽ അത് എന്ന് കിട്ടുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. ഈ ഫിഷറീസിലെ പൈസ തന്നെ ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഹാർബർ അടച്ചോടനെ ഒരാഴ്ചയിൽ കിട്ടും. ഇപ്പം അങ്ങനെയല്ല, ഹാർബർ പൂട്ടി തുറന്നാലും ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ നിരോധനത്തിന് ഗ്രാൻഡ് പൈസ എന്തിനാ? അതാ ഞങ്ങൾക്ക് ഈ നിരോധനത്തിനാണ് ഞങ്ങൾക്ക് ചിലവിന് വരേണ്ട കാശ്. ആ കാശ് നിരോധനത്തിന് പോലും കിട്ടുന്നില്ല. നിരോധനം കഴിഞ്ഞിട്ടാണ് ഈ പൈസ വരെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്യും? മത്സ്യബന്ധന മേഖലയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് സർക്കാർ ഇവർക്ക് അടിയന്തര സഹായവും ആശ്വാസ സഹായവും പ്രഖ്യാപിച്ചു. പക്ഷേ അതിനി എന്ന് കിട്ടുമെന്ന് ആർക്കും അറിയില്ല. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. നിലമ്പൂരിൽ പ്രചരണം അവസാന ലാപ്പിലേക്ക്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. മുഖ്യമന്ത്രിയും പാർട്ടിയും മൂന്നിന്റെ നിറം മാറുന്ന പോലെ എന്നും പച്ചയ്ക്ക് വർഗീയത പറയുന്നു എന്ന് VD സതീശൻ ആരോപിച്ചു. ഇടതു വലതു മുന്നണികൾ നേതൃത്വം നൽകുന്നത് വർഗീയ രാഷ്ട്രീയത്തിനെന്ന് BJPയും പ്രതികരിച്ചു. അവിശുദ്ധ കൂട്ടുകെട്ടിന് LDF ഇല്ലെന്നും പിന്തുണയും വേണ്ടെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 3 മുന്നണികളുടെയും പ്രധാന നേതാക്കളടക്കം മണ്ഡലത്തിൽ സജീവമാണ്. ഇന്ന് മുഖ്യമന്ത്രി അടക്കം LDFന് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമാണ്. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം ആരോപണ പ്രത്യാരോപണങ്ങളുമായാണ് പ്രചാരണ പരിപാടികൾ കൂടുതൽ കൊഴുക്കുന്നത്? അമ്പിളി, വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് മുന്നണികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായി മറ്റ് നേതാക്കൾ മറുപടി പറയുകയൊക്കെ ചെയ്ത തെരഞ്ഞെടുപ്പ് രംഗം കൊഴുത്തു തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. വളരെ ശക്തമായ രീതിയിലുള്ള പ്രചരണം തന്നെയാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഘട്ടത്തിൽ ഈ നിലമ്പൂരിന്റെ വികസനമായിരുന്നു പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് SDPI PDP ബാന്ധവം പൂർണ്ണമായും ചർച്ചയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അത് UDF തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മറ്റ് വിഷയങ്ങളൊന്നും തന്നെ നിലവിൽ ചർച്ചയാകാത്തൊരു സാഹചര്യം. 2 ദിവസമായി ആ കാര്യങ്ങൾ മാത്രം ചർച്ച മുങ്ങിപ്പോയതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ വികസന വിഷയത്തിലേക്ക് ചർച്ച വഴിതിരിച്ചിടാൻ UDF വളരെ കൃത്യമായി തന്നെ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവ് നേരിട്ട് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റാൻ CPM ശ്രമിക്കുന്നു എന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. നേരത്തെ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ 2 ദിവസം നിന്നപ്പോൾ നിലമ്പൂരിന്റെ ചർച്ചാ വിഷയം പ്രധാനമായും അതിലേക്ക് പോയി. അതിലും UDF പിന്നീട് പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിൽ തന്നെ. അതായത് മറ്റൊരു തരത്തിലും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ, മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ, വികസന വിഷയങ്ങൾ ഇതൊന്നും തന്നെ ചർച്ചയാകാത്തൊരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയതുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ അതിൽ നിന്ന് വളരെ കൃത്യമായി നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു. മുഖ്യമന്ത്രിക്ക് കൃത്യമായി മറുപടി പറയുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത്. ഒരു സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാം പിന്തുണ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേടിയിരുന്നു. ഇപ്പോൾ അവരെങ്ങനെയാണ് തൊട്ടുകൂടാത്തവരായത്? മാത്രമല്ല പച്ചയായ വർഗീയതയാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. അതേസമയം ആരുടെ ഇത്തരം കൂട്ടുകെട്ടുകളൊന്നും തന്നെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല അതല്ലാതെ തന്നെ ജയിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നിലമ്പൂരിലുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു. മറുവശത്ത് ഇരു മുന്നണികളെയും
നിശ്ചിതമായാണ് BJP വിമർശിക്കുന്നത്. ഇത്തരമൊരു കൂട്ടുകെട്ടുണ്ടാക്കിയതിൽ വലിയ വില UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നൽകേണ്ടി വരുമെന്ന് MD രമേശ് വ്യക്തമാക്കുന്നത്. ഇത് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ചർച്ചയാക്കാൻ നിലവിൽ BJP തീരുമാനിച്ചു എന്നതിന്റെ സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം സംസ്ഥാനത്ത് മാത്രമായി ഉണ്ടാക്കിയ ഒരു കൂട്ടുകെട്ടായി ഇതിനെ പ്രചരിപ്പിക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് രാജ്യം മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരുന്നത്. മാത്രമല്ല AICC ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കണം. VD സതീശന്റെ നിലപാട് തന്നെയാണോ AICCക്കുള്ളതെന്ന് പറയണമെന്നുള്ളതാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കളത്തിലില്ല എന്ന് പലരോടും പറയുന്ന അൻവർ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനടക്കം പണമില്ലെന്ന് പറയുന്ന അൻവർ വളരെ കൃത്യമായി തന്നെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് അൻവറിന്റെ ഈ 9 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുള്ള വീഡിയോ അടക്കം പ്രധാന കേന്ദ്രങ്ങളിൽ അതിന്റെ വാഹനങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയാണ് പ്രചരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ് മണ്ഡലത്തിലാകെ തന്നെയുള്ളത്. പ്രത്യേകിച്ച് കൂടുതൽ മന്ത്രിമാർ കളത്തിലുള്ള മുഖ്യമന്ത്രി 3 ദിവസമാണ്. ഞായറാഴ്ചയോടുകൂടി പ്രിയങ്ക ഗാന്ധി എത്തും. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ NDA സ്ഥാനാർത്ഥിക്ക് കൂടി വേണ്ടിയെത്തുന്നതോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് രംഗം കുറെ കൂടി ആവേശഭരിതമാവും. ശരി, നിലമ്പൂരിൽ പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ 3 മുന്നണികളും ശക്തമായ പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ PV അൻവറും വലിയ രീതിയിൽ മണ്ഡലത്തിൽ സജീവമാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികളെല്ലാം തന്നെ മണ്ഡലത്തിൽ രംഗത്തുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ഇടതുമുന്നണി ഒരു കാലത്തും നീക്കുപോക്കുകൾ ഉണ്ടായിട്ടില്ല എന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ വാദം പൊളിയുന്നു. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച കാലം മുതൽ ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു എന്നതിന് തെളിവുകളേറെയുണ്ട്. 20 വർഷക്കാലം CPM ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് സഖ്യം തുടർന്നിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവേശനം. അതുവരെ മൗദൂദിയുടെ മതരാഷ്ട്രവാദമായിരുന്നു ജമാഅത്ത് പിന്തുടർന്നിരുന്നത്. 1977 മുതൽ ഇടതുപക്ഷത്തിനൊപ്പം ഈ സംഘടന സഞ്ചരിച്ചു. ശരീഅത്ത് വിവാദകാലത്ത് ഇടതുമുന്നണിയെ തള്ളിപ്പറഞ്ഞെങ്കിലും ബന്ധം തുടർന്നു. 1996 മുതൽ LDF സ്ഥാനാർത്ഥികളെ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പിന്തുണച്ചു. അന്ന് ജമാഅത്തെ ഇസ്ലാമി നിലപാടിനെ പ്രകീർത്തിച്ച് ദേശാഭിമാനി പത്രം മുഖപ്രസംഗം എഴുതി. 2001 ജമാഅത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ സിമിയെ നിരോധിച്ചെങ്കിലും CPM ബന്ധത്തിന് തടസ്സമുണ്ടായില്ല. 2006 ജമാഅത്തും PDPയും ഇടതു സ്ഥാനാർത്ഥികളെ പിന്തുണച്ചു. CPMഉം ജമാഅത്തെ ഇസ്ലാമിയും ഒരേപോലെ ഒരു മുന്നണിയിലെ പോലെ തന്നെ പ്രവർത്തിച്ചു എന്നുള്ളതിന് വളരെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിയുടെ മുഖപ്രസംഗമുണ്ട്. പിന്നെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, അതായത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ കേരളത്തിൽ നടപ്പാക്കണം എന്ന് പഠിക്കാൻ വേണ്ടി പാലോളി കമ്മീഷൻ റിപ്പോർട്ട് അതിനൊരു കമ്മിറ്റി വെച്ചപ്പം ആ VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. ആ കമ്മിറ്റിയിൽ അബ്ദുറഹ്മാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയായിട്ട് അതിലുണ്ടായിരുന്നത്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 51 പഞ്ചായത്തുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ദളമായ വെൽഫെയർ പാർട്ടിയുമായി ഇടതുമുന്നണി കൈകോർത്തു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വഴിക്കടവ് പഞ്ചായത്തിൽ പോലും നീക്കുപോക്കുണ്ടായിരുന്നു. അടുത്ത കാലം വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ വിരുന്നുകളിൽ CPM നേതാക്കൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. ജമാഅത്തുമായി യാതൊരു സഖ്യവും ഉണ്ടായില്ലെന്ന CPM നേതാവ് A വിജയരാഘവന്റെ വാദം ശരിയല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം പൂർത്തിയായപ്പോൾ അപാകതകൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തുകയാണ്. തിരുവനന്തപുരം പാൽക്കുളങ്ങര വാർഡ് ഇല്ലാതായതിൽ പ്രതിഷേധിച്ച് സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വാർഡ് ഡീലിമിറ്റേഷന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കോർപ്പറേഷനുകളിലും നഗരസഭകളിലും വാർഡുകളുടെ പുനർനിർണയം നടത്തിയത്. 2021 സെൻസസ് നടക്കാത്തതിനാൽ 2011 സെൻസസിനെ അടിസ്ഥാനമാക്കിയാണ് വാർഡുകളും അതിർത്തികളും പുനർനിർണയിച്ചത്. 941 പഞ്ചായത്തുകളിൽ 1375ഉം 6 കോർപ്പറേഷനുകളിൽ 87, നഗരസഭകളിൽ 135 എന്നിങ്ങനെ 1510 പുതിയ വാർഡുകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതും പ്രകാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ 9 വാർഡുകൾ ഇല്ലാതാക്കി 10 പുതിയ വാർഡുകൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. പരമ്പരാഗത വാർഡായ പാൽക്കുളങ്ങര വാർഡ് ഇല്ലാതാക്കിയ നടപടിയിൽ സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ആദ്യ കരട് ലിസ്റ്റിൽ പാൽക്കുളങ്ങര വാർഡ് ഉൾപ്പെട്ടിരുന്നെങ്കിലും വിജ്ഞാപനമിറങ്ങിയപ്പോൾ വാർഡ് ഇല്ലാതാവുകയായിരുന്നു. കോർപ്പറേഷനിൽ BJP ഭരണം പിടിക്കുമെന്ന ഭയത്താൽ BJP വിജയിച്ച 35 വാർഡുകളിലും അതിർത്തി മാറ്റി പുനർനിർണയിച്ചിരിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 73 വാർഡുകൾ തിരുവനന്തപുരം നഗരസഭയിൽ രാജീവ് ചന്ദ്രശേഖരന് ഭൂരിപക്ഷം
വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണപക്ഷക്കാർക്കും അതുപോലെ തന്നെ സർക്കാരിനും തോന്നി അടുത്ത പ്രാവശ്യം BJP ഉറപ്പായിട്ട് നഗരസഭ പിടിച്ചെടുക്കും എന്ന്. ഇപ്പം ഞങ്ങൾ തുടങ്ങിയത് 3-ൽ നിന്നാണ്. ഇപ്പം അത് 35 ഒരാൾ മരിച്ചുപോയി. അപ്പോൾ 34 പേര് ഇപ്പം പ്രതിപക്ഷത്ത് ഉണ്ട്. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നമുക്ക് അധികാരം കിട്ടും എന്നുള്ള ഉറപ്പായതോടുകൂടിയാണ് അടിയന്തരമായിട്ട് വാർഡ് വിഭജനവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. പാൽക്കുളങ്ങര 1940 ശ്രീ ചിത്രേന്ദ്ര മഹാരാജാവ് തിരുവനന്തപുരം നഗരസഭ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിലവിലിരുന്ന ഒരു പ്രദേശമാണ്. അന്ന് പാൽക്കുളങ്ങര ദേശം എന്നാണ്. ഉണ്ണിനീലി സന്ദേശം 700 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാവ്യമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് പാൽക്കുളങ്ങര ദേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫൽഗുണ തീർത്ഥത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഇന്നത്തെ പാൽക്കുളങ്ങര ക്ഷേത്രക്കുളം. അർജുനാണ് പാൽക്കുളങ്ങര ദേവിയെ പാൽക്കുളങ്ങര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. മഹാഭാരതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേലുത്തമ്പിയുടെ പടയോട്ടം നടന്നത് ഈ വാർഡിൽ നിന്നാണ്. ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട്. ഇത്രയും ചരിത്രപ്രസിദ്ധമായ പുരാതന രേഖകളിൽ പോലുമുള്ള പാൽക്കുളങ്ങര വാർഡിനെയാണ് ഇപ്പോൾ അവരില്ലാതാക്കിയിരിക്കുന്നത്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്ന വാർഡ് പുനർനിർണയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന വാർഡ് ഡീലിമിറ്റേഷൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നാണ് ആരോപണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടം. മത്സ്യബന്ധനത്തിന് പോയ വള്ളം വലിയ തിരമാലയിൽപ്പെട്ട് അഴിമുഖത്ത് തലകീഴായി മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 2 പേരിൽ ഒരാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, മറ്റൊരാളെ രക്ഷപ്പെടുത്തി. അഹമ്മദാബാദ് വിമാനാപകടം ദേശീയ ദുരന്തമെന്നും സാങ്കേതികമായി പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര സർക്കാരെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വേണ്ടത് സർക്കാർ ചെയ്യുമെന്നും കുടുംബത്തിനൊപ്പം എന്നറിയിക്കാനാണ് നേരിട്ടെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ ബന്ധുക്കളെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബൈ ഇലക്ഷൻ്റെ ക്യാമ്പയിനെല്ലാം സസ്പെൻഡ് ചെയ്തു. ഇതൊരു എല്ലാവർക്കും അറിയാം, 242 കുടുംബങ്ങൾക്കും ഓരോ ഇന്ത്യക്കാർക്കും ഒരു ഏറ്റവും ഒരു ഈ അപകടം ഒരു നാഷണൽ ട്രാജഡി ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ പാർട്ടീൻ്റെ ബിഹാഫിലും എൻ്റെ ബിഹാഫിലും ഒരു കണ്ടോലൻസസ് അറിയിക്കാനും ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. അവിടെ DNA കളക്ഷൻ എല്ലാം ആ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീഡിയയാണ് മനസ്സിലാക്കുന്നത്. ആ പ്രോസസ്സ് ഇനി നടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് ബോഡീസ് എല്ലാം മടങ്ങി വരുന്നത്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ടോലൻസ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ദേശീയ ദുരന്തമായിട്ടൊക്കെ പ്രഖ്യാപിക്കേണ്ട അല്ല, ഇതിപ്പോൾ നാഷണൽ ട്രാജഡി ആണല്ലോ, അതിന് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആകുമ്പോൾ 242 കുടുംബങ്ങളും അവിടെ ആ നഴ്സസ് ഹോസ്റ്റലിൽ മരിച്ച എത്രയോ ഇപ്പോഴും അതിൻ്റെ ഒരു കണക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു നാഷണൽ ട്രാജഡി ആയിട്ട് തന്നെ കാണണം. അതങ്ങനെയാണ് കാണുന്നത്. സാങ്കേതികമായിട്ട് അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ. തായ്ലൻഡിൽ നിന്നും ഡൽഹിയിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി. AI-379 എന്ന വിമാനത്തിനാണ് ബോംബ് ഭീഷണി. വിമാനം തായ്ലൻഡിലെ ഫുക്കറ്റിൽ അടിയന്തരമായി ഇറക്കി പരിശോധന നടത്തി. രാവിലെ 9:30 ഡൽഹിയിൽ നിന്നാണ് വിമാനം യാത്ര തിരിച്ചത്. 156 യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഇവരെ അടിയന്തരമായി എമർജൻസി എക്സിറ്റ് വഴി പുറത്തിറക്കി. അതേസമയം വിമാനത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അപായകരമായ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി. വിമാനത്താവളത്തിലെ പ്രാർത്ഥനാ ഹാളിൽ ബോംബുകൾ വെച്ചതായാണ് ഭീഷണി. CISFും പോലീസും പരിശോധന നടത്തിയെങ്കിലും ബോംബ് കണ്ടെത്താനായില്ല. സിയാൽ PROയുടെ മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. സംഭവത്തിൽ കൂടുതൽ പരിശോധനകളും ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനുമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കോഴിക്കോട്ട് നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ വെച്ച് തീപിടിച്ച് തകർന്ന വാൻഹായി 503 കപ്പലിലെ കണ്ടെയ്നറുകൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ തീരത്തണയാനുള്ള സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കാൻ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശം നൽകി. കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടാകാമെന്നാണ്. തീരപ്രദേശങ്ങളിലോ കടലിനോ കണ്ടെയ്നറുകളോ മറ്റവശിഷ്ടങ്ങളോ കണ്ടാൽ അവയുടെ സമീപത്തേക്ക് പോവുകയോ അവ സ്പർശിക്കുകയോ ചെയ്യരുതെന്നും 200 മീറ്റർ അകലേക്ക് മാറണമെന്നുമാണ് നിർദ്ദേശം. ഇത്തരം വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെടുന്നവർ ഉടൻ തന്നെ വിവരം 112 എന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടവരെ അറിയിക്കേണ്ടതാണെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി.
അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സദ്ഗമയ 2025 റെസിഡൻഷ്യൽ സാംസ്കാരിക ശിബിരം മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആത്മീയതയല്ലാത്ത ജ്ഞാനം അഹങ്കാരത്തിന് വഴിവെക്കുമെന്ന് CP രാധാകൃഷ്ണൻ പറഞ്ഞു. അമ്മയുടെ ഉപദേശങ്ങളും ദർശനങ്ങളും ശാസ്ത്രത്തെയും ആന്തരിക വളർച്ചയെയും ഏകീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 ദിവസത്തെ പരിപാടിയിൽ അമൃതയിലെ അധ്യാപകരും അക്കാദമിക് പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. ഗവേഷണം, പ്രബന്ധ അവതരണം, മുഖ്യപ്രഭാഷണങ്ങൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടക്കും. Mother Amiranandamai has started this institution with a great vision that you have to live for yourself, at the same time you have to live for others. That is the greatness of this institution, and I am sure this institution will grow and grow. Getting a knowledge here is getting the knowledge with spirituality.